സെന്ററിൽ വന്നിട്ട് 5 വർഷമായി. എന്നും രാവിലെ തൂത്ത് ഉടച്ച് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി ചെയ്യണം. എന്റെ ഭഗവാനെ, പണി ചെയ്യാതെയും കഷ്ടപ്പെടാതെ എങ്ങനെയും കാശുണ്ടാക്കാൻ പറ്റിയ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ. അതെങ്ങനെയാ? തൂക്കാനും തുടയ്ക്കാനൊക്കെ ഇവിടെ ഒരുത്തിയുണ്ട്. അവള് വരുമ്പോഴേക്കും ഞാൻ തന്നെ തൂത്ത് ഉടച്ച് ഇതിനകത്ത് കയറിയിരിക്കേണ്ട അവസ്ഥ. അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തന്മാര് വരും, മേഡം അത് ശരിയാക്കണം ഇത് ശരിയാക്കണം. കേൾക്കുമ്പോ കേറും കലി. അയ്യോ മായേ, അയ്യോ ദാ വന്നു. സാധാരണ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ കൂടെയുള്ള സ്റ്റാഫ് വരുന്നെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം സമാധാനമോ. പക്ഷെ എനിക്ക് അവരെ കാണാൻ ഇറിറ്റേഷനാ. അതിനെങ്ങനെ മായ ഐ ലവ് യു മായ ഐ ലവ് യു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുകയല്ലേ. ദാ വരുന്നു എന്റെ ഭഗവാനെ. നീലനിലവേ നിലവിലഴകേ താരമരികെ തിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ. മായേ, ഇത് നിനക്ക് വെറും പുഷ്പമായിരിക്കും, പക്ഷെ ഇതെന്റെ ഹൃദയമാണ് മായേ. സ്വീകരിച്ചാലും. അയ്യോ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും മായേ. ചവിട്ടി തറക്കരുത്. ഹാർട്ട് അറ്റാക്ക് വരട്ടെ, അതെന്റെ ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചവിട്ടുന്നത്. പക്ഷെ നീ ചവിട്ടി അരക്കുന്നത് നിന്നെ തന്നെയാണ് മായേ. എന്നെ തന്നെയോ? എന്റെ ഹൃദയം നീയല്ലേ മായേ? എടുത്തോണ്ട് പോടോ തന്റെ ഹൃദയം. നീ ഇവിടെ കാണുന്നത് ഒരു അക്ഷയ സെന്റർ മാത്രമാണ്, പക്ഷെ ഇവിടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു അക്ഷയപാത്രത്തിനെ നീ കാണുന്നില്ല. അക്ഷയപാത്രം? എന്തിന്റെ അക്ഷയപാത്രം? സ്നേഹത്തിന്റെ അക്ഷയപാത്രം. എന്നിൽ നിന്ന് എത്ര സ്നേഹം തന്നാലും അത് തീരുന്നില്ല മായ, തീരുന്നില്ല. നിനക്കൊരു കാര്യം അറിയാമോ? എന്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ അക്ഷയ സെന്ററിൽ വരുമ്പോഴാണ്, ഈ മായയുടെ മുഖം കാണുമ്പോഴാണ് എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത്. ഒത്തില്ല കേട്ടോ. എനിക്കിത് മതി മായേ. ഇത് പോരെ? എന്നാ അവിടെ എങ്ങാനും പോയിരിക്കും ഇപ്പൊ. അയ്യോ അതല്ല, എനിക്ക് ഇത് മതിയെന്ന്. പോയേടോ. എന്റെ പുറകെ നടത്തി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഉറപ്പാ കംപ്ലൈന്റ് ചെയ്യും? ആ ചെയ്യും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നമ്മൾ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോ കംപ്ലൈന്റ് ചെയ്യുന്ന പറയുമ്പോ നമ്മളങ്ങ് എന്തെങ്കിലും ആയി പോകരേ. അതേപോലെ എന്റെ അടുത്ത് വല്ലതും കാണിക്കണം. ഞാൻ എന്തെന്ന് അറിയാമോ? എന്ത്? നീ കംപ്ലൈന്റ് ചെയ്തു നോക്കടി. ചെയ്യും. കംപ്ലൈന്റ് ചെയ്യല്ലേ? അയ്യോ കംപ്ലൈന്റ് ചെയ്യില്ല, എനിക്ക് ആകപ്പാടുള്ള ജോലിയാണ്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അക്ഷയ സെന്ററിൽ വരുന്നത് തന്നെ. അപ്പൊ ഇവിടെ നടന്ന ശമ്പളോ? അതല്ലേ എനിക്കുള്ള റിലാക്സേഷൻ. റിലാക്സേഷൻ എന്നെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് പ്ലീസ്. കുറച്ചേരം അവിടെ എങ്ങനെ പോയി ജോലി ചെയ്യും പ്ലീസ്. എപ്പോഴും ജോലി ജോലി ജോലി. അതിനല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഹലോ, എങ്ങനുണ്ട്? ഹലോ, എങ്ങനെ ഉണ്ടെന്നോ? അടിപൊളി ഇടിവെട്ട് പടമല്ലേ? ലാലേട്ട തൂത്തുവാരി കടുകിട്ട് വെറുത്തൊരു കടക്കണ്ണും മടിച്ചെന്നെ കുടിപ്പിച്ച് കിടത്തല്ലേ മുടിക്ക് പെണ്ണേ. സോറി കൊച്ചേ, ഇത് അക്ഷയ സെന്റർ ആണോ? അതേലും എന്താ? ഇവന്റെ കോപ്രായം കണ്ടിട്ട് മെന്റൽ ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. എനിക്കുണ്ട്, തരാം. അല്ല എന്തിനാ വന്ന? എന്താ കാര്യം? എന്താ? സർട്ടിഫിക്കറ്റ് വേണം. തന്റെ അസുഖത്തിനോട് സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടില്ല, വല്ല മെന്റൽ ആശുപത്രിയിൽ പോയി വാങ്ങി. ഓ, പകരത്തിന് പകരം. എടോ, every has an equal and opposite reactions. അയ്യോ, ഇത് ന്യൂട്ടന്റെ ലോ അല്ലേ? അതിങ്ങനല്ല. പിന്നെ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ? അങ്ങനെ തന്നെ മായ പറഞ്ഞത്. അങ്ങനെ തന്നെ. വല്ല തെറ്റുണ്ടെങ്കിൽ ന്യൂട്ടന് തെറ്റിയതായിരിക്കും, മായ്ക്ക് തെറ്റാറില്ല. ഇവിടെ എന്റെ കാര്യം പറ. ഞാൻ ആന്റണി പെരുമ്പാവൂർ. എടോ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആന്റണി പെരുമ്പാവൂരല്ല. പിന്നെ ഇത് വേറെ പെരുമ്പാവൂരുള്ള വേറെ ആന്റണി. ഇതാണ് പ്രശ്നം. ഞാൻ വന്ന എന്തിനും ചോദിച്ചു. അത് എനിക്കങ്ങ് പറഞ്ഞാ എന്ത്? ഒരു സ്ഥലത്ത് വന്ന് അധിക പ്രസംഗം നടത്തുന്നവനല്ലേ ഈ ആന്റണി പെരുമ്പാവൂര്. താങ്കൾ പ്രസംഗിക്കാതെ വന്ന കാര്യം പറയണോ? പേര് മാറ്റണം. അത് ഞാനും വിചാരിച്ചിരിക്കാന്ന്. കണ്ട വരുന്നവരെല്ലാരും പറയുന്നടി നിന്റെ ഈ മായ എന്നുള്ള പേര് മാറ്റിട്ടെ. എന്നിട്ട് ഈ മുഖത്തിന് ചേർന്ന പേരല്ല ഈ മായ. നിന്റെ മുഖത്തിന് ആ കൊച്ചിന്റെ പേര് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പേര് എനിക്ക് മാറ്റണം. അപ്പൊ ചേട്ടൻ എന്തിനാ ചേട്ടന്റെ പേര് മാറ്റണേ? അത് പറഞ്ഞു കഴിഞ്ഞാ ഈ ആന്റണി പെരുമ്പാവൂർ രണ്ടെണ്ണം ആവുമ്പോ ലാലേട്ടൻ കൺഫ്യൂഷൻ ആവൂലേ.